കൊല്ലത്തെ കുളത്തൂപ്പുഴ ഓയിൽ പാം എസ്റ്റേറ്റിലുണ്ടായ തീപിടുത്തം വ്യാപിക്കുകയാണ്. എസ്റ്റേറ്റിനോട് ചേർന്ന വനംവകുപ്പിന്റെ മാഞ്ചിയം പ്ലാന്റേഷനിലേക്കും തീ പടർന്നു എന്നതാണ് വിവരം. 4 യൂണിറ്റ് ഫയർഫോഴ്സ് എത്തി തീ അണയ്ക്കാൻ ശ്രമിക്കും. സമയത്താണ് തീ പിടിച്ചെന്നും പറഞ്ഞ് ഇവിടെ മെസ്സേജ് വന്നത്. അന്നേരം തന്നെ നമ്മൾ യൂണിറ്റുകൾ ഇവിടെ വന്നു. അങ്ങോട്ട് നമുക്ക് കടന്നു ചെല്ലാൻ വഴിയില്ലാത്തതായിരുന്നു ഏറ്റവും വലിയ വെല്ലുവിളി. അതാണ് തീ ഇത്രയും നീണ്ടുപോയത് ഇതിൻ്റെ നിയന്ത്രണ വിധേയമാക്കാനായിട്ട്. ഇപ്പോൾ ഏകദേശം നിയന്ത്രണ വിധേയമായിട്ടുണ്ട്. ഈ പൂർണ്ണമായിട്ടും നമ്മൾ തീ അണയ്ക്കുന്നവരെ ഇവിടെ ഫയർ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കും. എത്ര യൂണിറ്റോളം വർക്ക് ചെയ്തു? ഇപ്പോൾ നമ്മുടെ 3 യൂണിറ്റാണ്. പുനലൂർ കടക്കൽ നിലയത്തിൽ നിന്നുള്ള 3 യൂണിറ്റ് വണ്ടികളാണ് ഇവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ നാട്ടുകാരുടെ സഹായം വളരെയധികം ഉണ്ടായിരുന്നു. ഈ പ്ലാന്റേഷനിലെ ജീവനക്കാരും നാട്ടുകാരും ഒപ്പം നമ്മളോടൊപ്പം ഉണ്ട്. കണ്ണൻ നായരാണ് വിവരങ്ങളുമായി. കണ്ണൻ, ഓയിൽ പാം എന്നത് ആ മേഖലയിലെ പ്രധാനപ്പെട്ട ഒരു തോട്ടമാണ്. സാധാരണ നിലയിൽ ഈ തോട്ടങ്ങളിൽ പാലിക്കേണ്ട വേനലെടുക്കുമ്പോഴുള്ള ഫയർ ബൗണ്ടറി, അതായത് ഇപ്പോൾ റോഡോ സമീപ പ്രദേശത്തുള്ള സ്ഥലങ്ങളിലോ നിന്ന് തീ അവിടേക്ക് വ്യാപിക്കാതിരിക്കാൻ വേണ്ടി കരിയിലേക്ക് മാറ്റി ഒരു ബൗണ്ടറി സ്ഥാപിക്കേണ്ടതൊക്കെ അനിവാര്യമാണ്. അത്തരം പ്രവർത്തനങ്ങളൊന്നും അവിടെ നടന്നില്ലേ? ഇപ്പോൾ എന്താണ് സ്ഥിതി? നിയന്ത്രണ വിധേയമാണോ? ഇപ്പോൾ സ്ഥിതി നിയന്ത്രണ വിധേയമല്ല. നേരത്തെ ആ പ്രദേശത്തു നിന്നുള്ള കരിയിലെയും മറ്റ് ഓലകളും ഒക്കെ തന്നെ മാറ്റേണ്ടതായിരുന്നു. അങ്ങനെയുള്ള മാറ്റുന്ന പ്രവർത്തികളൊന്നും ഉണ്ടായില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. ജില്ലാ കളക്ടറോട് അല്പസമയം മുമ്പ് സംസാരിച്ചിരുന്നു. അദ്ദേഹം പറയുന്നത് 1 മണിക്കൂറിനുള്ളിൽ ആ തീയെ നിയന്ത്രണ വിധേയമാക്കാൻ സാധിക്കും എന്നുള്ള പ്രതീക്ഷയാണ് അദ്ദേഹം പങ്കുവെക്കുന്നത്. ഇപ്പോൾ 5 യൂണിറ്റ് ഫയർഫോഴ്സ് അവിടെയുണ്ട്, RRT ടീമുണ്ട്. അവരൊക്കെ തന്നെ തീ ജനവാസ മേഖലയിലേക്ക് കടക്കാതിരിക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമമാണ് നടത്തുന്നത്. അതായത് നേരത്തെ ഒരു പ്രതികരണം കണ്ടിരുന്നു. അത് അല്പം സന്ധ്യ നേരത്തെ പ്രതികരണമാണ് എന്ന് തോന്നുന്നു. 3 യൂണിറ്റ് ഉണ്ട്, കടയ്ക്കൽ നിന്നുൾപ്പെടെ യൂണിറ്റ് ഉണ്ട് എന്ന്, ഫയർഫോഴ്സ് യൂണിറ്റ് ഉണ്ട് എന്ന് പറയുന്നു. അതിൽ നിന്ന് നിയന്ത്രണാതീതമായ വലിയ അവസ്ഥയിലേക്ക് മാറി എന്നാണോ? അതിന്റെ ഗൗരവം കൂടിയെന്നാണോ? പ്ലാന്റേഷനിലേക്ക് ആ ഒരു തീപിടുത്തം മാറിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഒരു ആശങ്ക ഉള്ളത്. കാര്യം മാഞ്ചിയം പ്ലാന്റേഷന്റെ അവിടെ നിന്ന് ഏതാണ്ട് ഒരു 5 കിലോമീറ്റർ കടന്നു കഴിഞ്ഞാൽ ജനവാസ മേഖലയാണ്. പക്ഷേ ഇപ്പോഴും ആ RRT ടീം അവിടെ ഈ കരിയിലെയും മറ്റ് ഓലകളൊക്കെ തന്നെ മാറ്റിക്കൊണ്ട് അവിടെ തീ പടരാതിരിക്കാൻ വേണ്ടിയുള്ള ശ്രമം നടത്തുന്നുണ്ട്. മറ്റൊരു പ്രശ്നം എന്ന് പറയുന്നത് ഈ പ്രദേശത്തേക്ക് ഫയർഫോഴ്സിന്റെ വാഹനങ്ങൾ കടന്നു പോകുന്നതിന് ചെറിയ പ്രതിസന്ധിയുണ്ട്. കാര്യം റോഡോ മറ്റു കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. ആ പ്രദേശത്തേക്ക് തന്നെ ഇപ്പോൾ വെള്ളം എത്തിക്കുന്നതിനൊരു പ്രതിസന്ധിയുണ്ട്. അത് തന്നെയാണ് ഇപ്പോൾ വനംവകുപ്പിനും അതുപോലെ തന്നെ ഫയർഫോഴ്സിനും ഒക്കെ തന്നെ പ്രതിസന്ധിയായിരിക്കുന്നത്. എന്നാൽ 1 മണിക്കൂറിനുള്ളിൽ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സാധിക്കും എന്നുള്ള ഒരു പ്രതീക്ഷയാണ് ജില്ലാ ഭരണകൂടം. അല്പസമയം മുമ്പ് ജില്ലാ കളക്ടറുമായി സംസാരിച്ചിരുന്നു. അപ്പോൾ അദ്ദേഹവും പറയുന്നത് 1 മണിക്കൂറിനുള്ളിൽ പ്രശ്നം പരിഹരിക്കാൻ സാധിക്കും എന്നുള്ള ഒരു പ്രതീക്ഷയാണ്. ജനവാസ മേഖലയിലേക്ക് ഈ തീ പടരില്ല എന്നുള്ള ഒരു കാര്യം തന്നെയാണ് എല്ലാവരും പങ്കുവെക്കുന്നത്. പക്ഷേ ഇന്ന് എങ്ങനെയാണ് തീ അവിടെ ഉണ്ടായത് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമുണ്ട്. കാര്യം കഴിഞ്ഞ വർഷം ഇതേ ഈ മാസം തന്നെ സമാനമായ രീതിയിൽ പ്രദേശത്ത് തീപിടുത്തം ഉണ്ടായിരുന്നു. എങ്ങനെയാണ് ഇതേ സമയത്ത് തന്നെ വീണ്ടും തീപിടുത്തം ഉണ്ടായതെന്നുള്ളൊരു സംശയം ഉണ്ടാകുന്നു. അതായത് ആരെങ്കിലും മനഃപൂർവ്വം തീപിടുത്തം ഉണ്ടാക്കിയതാണോ, തീയിട്ടതാണോ എന്നുള്ളൊരു സംശയമുണ്ട്. മാത്രമല്ല അവിടെ പ്ലാന്റേഷൻ കോർപ്പറേഷന്റെ ഭാഗത്തു നിന്ന് ഒരു അനാസ്ഥ ഉണ്ടായിട്ടുണ്ട്. അവിടെ ഓലയും കരിയിലെയും ഒക്കെ തന്നെ മാറ്റി ഒരു തീ പടരുന്ന അവസ്ഥ ഉണ്ടാക്കാതിരിക്കുന്നതിന് വേണ്ടിയുള്ള നടപടി സ്വീകരിക്കേണ്ടതായിരുന്നു. എന്നാൽ അങ്ങനെ ഒരു നടപടി അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായില്ല. ഇന്ന് പുനലൂരിൽ 36 ഡിഗ്രിയാണ് ചൂടുണ്ടായിരുന്നത്. ശക്തമായ കാറ്റും പ്രദേശത്തുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കാറ്റിന്റെ ശക്തി മൂലമാണ് ഈ തീ മറ്റു ഭാഗങ്ങളിലേക്ക് പടർന്നത്. മാത്രം ആ ഒരു പ്ലാന്റേഷൻ കോർപ്പറേഷൻ അധികൃതരുടെ ഭാഗത്തുനിന്നുണ്ടായ ഒരു അനാസ്ഥ കൂടി ജില്ലാ ഭരണകൂടം പരിശോധിക്കുന്നുണ്ട്. വരും ദിവസങ്ങളിൽ എങ്ങനെയാണ് തീ പിടിച്ചതെന്ന് സംബന്ധിച്ച് ഒരു ശക്തമായ അന്വേഷണം ആരംഭിക്കാനും ജില്ലാ ഭരണകൂടം തീരുമാനിച്ചിട്ടുണ്ട്. അതായത് അതീവ ഗൗരവതരമായ ഒരു സാഹചര്യം കൊല്ലം ജില്ലയുടെ കിഴക്കൻ മേഖലയിൽ, തമിഴ്നാടിന്റെ ബോർഡർ പങ്കിടുന്ന മേഖലയ്ക്ക് തൊട്ടടുത്തായി ഉണ്ട് എന്നതാണ് കണ്ണൻ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇനി ഗൗരവത്തോളമുണ്ട്. ഇനി ജനവാസ മേഖലയിലേക്ക് വ്യാപിക്കാനുള്ള സാധ്യതയുണ്ടോ? ഏത് തരത്തിലാണ്? ഇപ്പോൾ 1 മണിക്കൂറിനകം നിയന്ത്രണ വിധേയമാക്കുമെന്ന് നേരത്തെ ജില്ലാ കളക്ടർ പറഞ്ഞു. വൈകിട്ടത്തെ പ്രതികരണമടക്കം നമ്മൾ കണ്ടതാണ്. നിയന്ത്രണ വിധേയമാകാത്ത സാഹചര്യത്തിൽ മറ്റെന്തെങ്കിലും നിർദ്ദേശങ്ങളുണ്ടോ? 1 മണിക്കൂറിനുള്ളിൽ നിയന്ത്രണ വിധേയമാക്കും എന്നുള്ളൊരു പ്രതീക്ഷയാണ് പങ്കുവെക്കുന്നത്. ഇപ്പോൾ കാറ്റ് വൈകുന്നേരത്ത് 8 മണിയോടുകൂടി കാറ്റുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ കാറ്റ് എതിർ ദിശയിലേക്ക് മാറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ തീ അണയാനുള്ള സാധ്യത വളരെയേറെയാണ്. മാത്രമല്ല ഫയർഫോഴ്സിന്റെ 1 യൂണിറ്റ് ഈ തീ പടരുന്ന മാഞ്ചിയം എസ്റ്റേറ്റിന് അടുത്തേക്ക് എത്തുകയും ചെയ്തിട്ടുണ്ട്. ആ മാഞ്ചിയം എസ്റ്റേറ്റിന് അടുത്ത് ജനങ്ങൾ താമസിക്കുന്നില്ല. മറ്റ് ലയങ്ങളോ മറ്റു കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. പക്ഷേ ഒരു 5 കിലോമീറ്റർ മാറിക്കഴിഞ്ഞാൽ അവിടെ ജനവാസ മേഖലയാണ്. പക്ഷെ അവിടേക്ക് തീ പടരില്ല എന്നുള്ള ഒരു പ്രതീക്ഷ തന്നെയാണ് പങ്കുവെക്കുന്നത്. കാറ്റ് എതിർദിശയിൽ വീശുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ പാലോട് നിന്നും അതുപോലെ തന്നെ നെടുമങ്ങാട് നിന്നും ഉള്ള 2 ഫയർഫോഴ്സ് യൂണിറ്റ്, നേരത്തെ കടയ്ക്കൽ നിന്നും പുനലൂരിൽ നിന്നുള്ള 3 യൂണിറ്റ് ആയിരുന്നു എത്തിയിരുന്നത്. മൊത്തം 5 യൂണിറ്റ് ഇപ്പോൾ തീ അണയ്ക്കാൻ വേണ്ടിയുള്ള ശ്രമം നടത്തുന്നുണ്ട്. ആ തോട്ടം മേഖലയാണ്. അതുകൊണ്ട് തന്നെ അവിടേക്ക് പോകാൻ വഴികളില്ലാത്ത ഒരു പ്രതിസന്ധിയാണ്. അല്ലെങ്കിൽ ഇന്ന് വൈകിട്ട് തന്നെ ഈ പ്രശ്നം പരിഹരിക്കാൻ സാധിക്കുമായിരുന്നു. മാത്രമല്ല പുൽച്ചെടികളൊക്കെ തന്നെ ഈ പ്ലാന്റേഷൻ കോർപ്പറേഷനിൽ വളർന്നു നിൽക്കുകയാണ്, ഉണങ്ങി നിൽക്കുകയാണ്. ശക്തമായ ചൂടാണ്
പ്രദേശത്തുള്ളത്. അങ്ങനെയാണ് തീ പടർന്നു കൊണ്ടിരിക്കുന്നത്. എണ്ണപ്പനകളിലൊക്കെ തന്നെ മുകൾ ഭാഗത്ത് പോലും എണ്ണപ്പനകളുടെ മുകൾ ഭാഗത്ത് പോലും ആ തീ പടരുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. എന്നാൽ എണ്ണപ്പനകളുടെ പ്രശ്നങ്ങൾ അവസാനിപ്പിച്ചു. അതിനുശേഷം ഇപ്പോൾ മാഞ്ചിയം എസ്റ്റേറ്റിലേക്ക് ഈ തീ പടർന്നപ്പോഴാണ് കൂടുതൽ ഒരു പ്രതിസന്ധിയിലേക്ക് കാര്യങ്ങൾ പോയത്. അതുകൊണ്ട് തന്നെയാണ് ആർക്കെങ്കിലും പരിക്കുണ്ടോ? ഇപ്പോൾ വലിയ പുകയാണല്ലോ, എണ്ണപ്പന തോട്ടത്തിൽ തീപിടുത്തം ഉണ്ടായി എന്ന വിവരം ആദ്യം വന്നതിന് പിന്നാലെ തന്നെ അത് അണയ്ക്കാനുള്ള ശ്രമം നടക്കുന്നുവെന്ന് കണ്ണൻ റിപ്പോർട്ട് ചെയ്യുന്നു. ആർക്കെങ്കിലും ഈ തൊഴിലാളികളടക്കം നിരവധി ആളുകളുണ്ടല്ലോ അവിടെ. ഇപ്പോൾ ജനവാസ മേഖലയല്ല എന്നത് വലിയ ആശ്വാസമാണ്. പക്ഷേ ആർക്കെങ്കിലും വിഷപ്പുക ശ്വസിച്ചോ, ഈ പുക ശ്വസിച്ചോ മറ്റും എന്തെങ്കിലും അസ്വസ്ഥത ഉണ്ടായിട്ടുണ്ടോ? ഏത് തരത്തിൽ ഈ പ്രശ്നം ഒന്ന് നിയന്ത്രണ വിധേയമാക്കാനുള്ള ശ്രമമാണ്? രതീഷ്, തുടക്കത്തിൽ അതായത് 3 തൊഴിലാളികൾക്ക് ഒരു ദേഹാസ്വസ്ഥ ഉണ്ടായിരുന്നു. അവരെ കൊല്ലൂരിലെ താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി. പിന്നീട് തീ പടർന്നു എന്ന് മനസ്സിലാക്കിയ അടിസ്ഥാനത്തിൽ ഈ ഓയിൽ പാം പ്ലാന്റേഷനിൽ ഉണ്ടായിരുന്ന ആൾക്കാരൊക്കെ തന്നെ അവിടെ നിന്ന് മാറുകയും അവരെല്ലാം തന്നെ രക്ഷാപ്രവർത്തകരായി മാറുകയും ചെയ്യുകയാണ്. ആദ്യം രക്ഷാപ്രവർത്തനം നടത്തിയത് അവിടുത്തെ തൊഴിലാളികളും നാട്ടുകാരുമാണ്. പിന്നീടാണ് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർക്ക് അവിടേക്ക് എത്താൻ സാധിച്ചത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അവിടെ ഒരു വാഹനം കടന്നു വരുന്നതിനുള്ള ഒരു പ്രശ്നമുണ്ട്, റോഡില്ലാത്തൊരു പ്രശ്നമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ നാട്ടുകാരാണ് അടിയന്തരമായി ആ പ്രശ്നങ്ങൾ പരിഹരിച്ചത്. പച്ചില ഒടിച്ച് ആ തീ തല്ലിക്കെടുത്തുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങളൊക്കെ തന്നെ ആ പ്ലാന്റേഷൻ കോർപ്പറേഷനിലെ തൊഴിലാളികളാണ് നടത്തിയത്. 3 പേർക്ക് ദേഹാസ്വസ്ഥ ഉണ്ടായി. അവർക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ വലിയ രീതിയിലില്ല. അവരൊക്കെ തന്നെ തിരിച്ച് വീടുകളിലേക്ക് പോവുകയും ചെയ്തിട്ടുണ്ട്. തുടക്കത്തിൽ ഉണ്ടായ ചെറിയ അസ്വസ്ഥത മാത്രമാണ് ഉണ്ടായത്. മറ്റുള്ള പ്രദേശങ്ങളിലൊന്നും തന്നെ ആരോഗ്യ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ ജനങ്ങളെ നേരിട്ട് ആരോഗ്യത്തെ ബാധിക്കുന്ന തരത്തിലുള്ള വിഷയങ്ങളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. നേരത്തെ ജില്ലാ കളക്ടറുമായും അതുപോലെ തന്നെ ജില്ലാ ഫയർ ഓഫീസറുമായൊക്കെ തന്നെ സംസാരിക്കുമ്പോൾ അവരൊക്കെ തന്നെ പറയുന്നു 1 മണിക്കൂറിൽ ഈ വിഷയം പരിഹരിക്കാൻ സാധിക്കും. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നേരത്തെ കാറ്റ് ഈ തീക്ക് അഭിമുഖമായി തന്നെ പോവുകയായിരുന്നു. പക്ഷെ അതിനുശേഷം കാറ്റ് എതിർ ദിശയിലേക്ക് വന്നു. അങ്ങനെ തീ അണയാനുള്ള സാധ്യത ഉണ്ട്. മാത്രമല്ല RRT ടീം അതുപോലെ തന്നെ ഫയർഫോഴ്സിന്റെ ഒരു യൂണിറ്റ് ആ പ്രദേശത്തേക്ക് എത്തിയിട്ടുണ്ട്. അങ്ങനെ വെള്ളം തെളിക്കുകയും മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്നുള്ള ഈ കരിയിലെയും മറ്റ് ഉണങ്ങിയ ഓലകളൊക്കെ തന്നെ മാറ്റിക്കൊണ്ട് തീ മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് പടരാതിരിക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ് ഇപ്പോൾ നടത്തുന്നത്. ശരി, കണ്ണൻ നായരാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടത്. കണ്ണൻ, ഒറ്റ കാര്യം കൂടി, ഇപ്പോൾ 9:10 സമയം, വൈകിട്ട് 4 മണിയോടുകൂടിയല്ലേ ഈ തീപിടുത്തം ഉണ്ടായത്? ഇത്ര നേരമായി നിയന്ത്രണ വിധേയമായില്ല എന്ന് പറയുമ്പോൾ അതിന്റെ വ്യാപ്തി വളരെ വലുതായിരിക്കില്ലേ? തീർച്ചയായും. കാര്യം 4 മണിയോട് കൂടിയാണ് തീപിടുത്തമാണ് തീ അണയ്ക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമം ആരംഭിച്ചത്. പക്ഷേ പ്ലാന്റേഷൻ കോർപ്പറേഷനിലെ തീ ഏകദേശം അണച്ചു. പക്ഷേ മറുഭാഗത്തേക്ക് മാഞ്ചിയം എസ്റ്റേറ്റിലേക്ക് ആ തീ പടരുന്ന ഒരവസ്ഥയാണ് ഉണ്ടായത്. അങ്ങനെയാണ് കൂടുതൽ ഫയർഫോഴ്സ് ടീമിനെ അവിടേക്ക് എത്തിക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമം ആരംഭിക്കുകയും കൂടുതൽ ഫയർഫോഴ്സ് ടീം അവിടെ എത്തുകയും RR ടീം അവിടെ എത്തുകയും വനംവകുപ്പിന്റെ ഉദ്യോഗസ്ഥർ അവിടെ എത്തുകയും തന്നെ ചെയ്തത്. നാട്ടുകാരൊക്കെ തന്നെ അവിടെ രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അവർ പ്രദേശത്തെ വാർഡ് മെമ്പർ അടക്കമുള്ള ആൾക്കാരുമായി നമുക്ക് സംസാരിക്കാൻ സാധിച്ചിട്ടുണ്ട്. അവരൊക്കെ തന്നെ പറയുന്നത് ജനവാസ മേഖലയിലേക്ക് പോകാതിരുന്നു കഴിഞ്ഞാൽ ഇന്ന് വൈകിട്ട് ഏതാണ്ട് ഒരു 10 മണി അല്ലെങ്കിൽ 11 മണിയോട് കൂടി തന്നെ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സാധിക്കും എന്നാണ്. ശരി, ജനവാസ മേഖലയല്ല എന്നത് വലിയ ആശ്വാസമാണ്.